നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഐജ ആർ മഹേഷിന്റെ സഹോദരനെ മംഗലാപുരത്തെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ വന്ന വാർത്തയാണ്. കാസർഗോഡ് പൂച്ചക്കാട് മുക്കൂടിയിലെ അർജുൻ മഹേഷിനെ ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു. അർജുൻ മഹേഷിന് പ്രായം 24 മാത്രമായിരുന്നു. ഇന്നലെയാണ് ഷാർജയിൽ നിന്ന് അർജുൻ മംഗലാപുരത്തേക്ക് എത്തിയത്. മരണത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. ഐജയുടെ സഹോദരൻ അർജുൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതാണ് ആർക്കും അറിയാത്തത്. കുടുംബം അർജുനെ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഐജയുടെ മരണത്തിന് ശേഷം അർജുൻ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നു. പാലായിലെ സ്വകാര്യ നീറ്റ് കോച്ചിംഗ് സെന്ററിൽ വെച്ചായിരുന്നു ജൂൺ 2 ഐജ എന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. പരീക്ഷയ്ക്കായുള്ള തുടർ പരിശീലനത്തിന് പോയ ഐജയെ ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് 12:45 ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം രാത്രിയോടെ നാട്ടിലെത്തിക്കുമെന്ന് പള്ളിക്കര പഞ്ചായത്ത് മെമ്പർ സൗമിനി രാമകൃഷ്ണൻ പറയുകയും ചെയ്തു. ചൊവ്വാഴ്ച സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നും അവർ പറഞ്ഞിരുന്നു. സഹോദരി മരിച്ചപ്പോൾ കടുത്ത മാനസിക വിഷമമാണ് ഉണ്ടായതെന്നും അത് ആത്മഹത്യക്ക് കാരണമായി മാറിയെന്നാണ് ഇപ്പോൾ സൗമിനി പറയുന്നത്. അതായിരിക്കാം ഇതിനുള്ള കാരണമെന്നും പറയുന്നു. സഹപാഠികളുടെ ആദ്യ വിവരം അറിഞ്ഞു. തുടർന്ന് പെൺകുട്ടി ഉടൻ തന്നെ അരുണാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് ചേർപ്പുങ്കലിലെ മാർസ്ലീവ മെഡിസിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവിടെ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ജൂൺ 3 ഉച്ചയ്ക്ക് 12:30 മരണത്തിന് കീഴടങ്ങുന്നത്. കാസർഗോഡ് പെരിയ നവോദയ വിദ്യാലയത്തിൽ CBSE സിലബസിൽ പഠിച്ച് 80% മാർക്ക് നേടിയാണ് ഐജ +2 പാസ്സായത്. തയ്യൽ ഷോപ്പ് നടത്തിപ്പുകാരിയാണ് ഐജയുടെ മാതാവ്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ മനംനൊന്ത പള്ളിക്കര സ്വദേശിനിയായ വിദ്യാർത്ഥിനി ഐജ മഹേഷ് ആത്മഹത്യ ചെയ്തതിനു പിന്നാലെ പലരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പലർക്കും വിഷമമുണ്ടാക്കുകയും ഇത്തരം സംഭവങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്നതുകൊണ്ട് തന്നെ ഐജയുടെ മരണം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് എല്ലാവരും വ്യക്തമാക്കി. ഇതിലൂടെ തന്നെ ഐജയുടെ വീട്ടുകാർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാനും പലരും പല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ദിവസങ്ങൾക്കിപ്പുറം, ശരിക്കും പറഞ്ഞാൽ മാസങ്ങൾക്കിപ്പുറം ഐജയുടെ സഹോദരൻ നാട്ടിലെത്തി ആത്മഹത്യ ചെയ്തതിന്റെ ദുരൂഹതയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. സഹോദരി പോയതിന്റെ വിഷമം പലപ്പോഴായി ഉണ്ടായിരുന്നുവെന്നും വീട്ടിലേക്ക് വിളിക്കുന്നത് പോലും കുറവായിരുന്നുവെന്നും വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോലും സഹോദരിയുടെ ഓർമ്മകളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് സ്വാഭാവികമായി എല്ലാവരും കണ്ടതെന്നും പറയുന്നു. തനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അർജുനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മനംനൊന്ത് മാറിയതെന്നും അത് എപ്പോഴും പറയുമായിരുന്നുവെന്നും ഇപ്പോൾ ഇവരുടെ വീട്ടുകാർ തന്നെ പറയുന്നു. ഒരു കുടുംബത്തിൽ തന്നെ 2 മരണം, ഒരുമിച്ച് തന്റെ മക്കളുടെ മരണം താങ്ങാനാകാതെ തന്നെയാണ് ഐജയുടെ മാതാവ് ഇപ്പോൾ കഴിയുന്നതെന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്.